PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിയമസഭയിൽ നേർക്കുനേർ പ്രതിപക്ഷവും ഭരണപക്ഷവും. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കത്തയച്ചതടക്കമുള്ള രേഖകൾ ഉയർത്തിക്കാട്ടി മുൻ സർക്കാരിന്റെ നയത്തെ നിലപാടിനെ പൊളിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ ആഞ്ഞടിച്ചു. കഴിഞ്ഞ സർക്കാരാണ് കരാർ ഒപ്പിട്ടത്. സംസ്ഥാനത്ത് PM ശ്രീ നടപ്പിലാക്കാമെന്ന് ഉറപ്പ് നൽകിയത്. അധ്യയന വർഷം ഏതെന്ന് നിശ്ചയിച്ചതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു. MOU ഒപ്പിട്ട് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയവരാണ് മുൻ സർക്കാർ. പുതിയ സർക്കാർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സംഘപരിവാർ അജണ്ടകൾക്ക് മുന്നിൽ UDF അടിയറ വെക്കില്ലെന്നും സഭയിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സംസാരിക്കവേ പറഞ്ഞു. പ്രതികരണവുമായി എത്തിയ CPI നേതാവിനും കണക്കച്ച് മറുപടിയുമായി ഷംസുദ്ദീൻ നിറഞ്ഞു നിന്നു. CPIയോട് പോലും ആലോചിക്കാതെയായിരുന്നു PM ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പിട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ക്യാബിനറ്റ് പോലും ചേരാതെ എടുത്ത തീരുമാനത്തിനെതിരെ CPI പ്രത്യക്ഷത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഷംസുദ്ദീന്റെ പ്രസ്താവനകളടക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPI ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ CPM കേട്ടേനെ എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു ഷംസുദ്ദീന്റെ നിയമസഭയിലെ പ്രസംഗം. വിശദമായ വീഡിയോ കാണാം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ P പ്രസാദ് അവതരിപ്പിച്ച പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് ഒരു 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. സാർ, ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ 2022 തുടക്കം കുറിച്ചതാണ് ഈ പദ്ധതി. 22 മുതൽ ഉള്ള 5 വർഷക്കാലമാണ്. 2023 ഫെബ്രുവരി 24 കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ IAS കേരളത്തിനൊരു കത്തയക്കുക. സർ, ആ കത്തിൽ MOU ഒപ്പിടാനും അതുപോലെ തന്നെ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് തരണമെന്നുമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതിന് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് IAS പ്രിൻസിപ്പൽ സെക്രട്ടറി 30/3/24 ഒരു അഷ്വറൻസ് ലെറ്റർ കേന്ദ്രത്തിന് കൊടുക്കുകയാണ്. സർ, ആ കത്തിൽ പറയുന്നത് 30/3/24 ആ കത്തിൽ പറയുന്നത് the state is looking forward to establish PM Shri schools in Kerala. In this regard, a state level committee headed by Principal Secretary General Education has been constituted. Based on the recommendation of the committee, the MOU for establishing PM Shri School will be signed by the state before the academic year 24-25. എന്ന് പറഞ്ഞാൽ 24-25 സാമ്പത്തിക വർഷ അധ്യയന വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇത് ഒപ്പിട്ടോളാം, ഇതിവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച കത്താണ് സർ ഞാനിവിടെ വായിച്ചത്. പിന്നെ ഈ പറയപ്പെടുന്ന കമ്മിറ്റി കൂടിയിട്ട് അവർ 17/7/24 PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഹെഡിങ് അങ്ങനെയാണ്, PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ലാസ്റ്റ് കൺക്ലൂഷൻ: മേൽ കൊടുത്തിരിക്കുന്ന ചർച്ചയുടെയും ശുപാർശകളുടെയും വെളിച്ചത്തിൽ കേരളത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ട് നഷ്ടപ്പെടാതിരിക്കുവാനും സർക്കാർ സ്കൂളുകൾക്കും T സ്കൂളിലെ കുട്ടികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും തടസ്സപ്പെടാതിരിക്കുന്നതിനുമായി PM ശ്രീ പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്നും ഇതിനാവശ്യമായ ധാരണാപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒപ്പുവെക്കാവുന്നതാണെന്നും ഈ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ഇതാണ് 17/7/24
കഴിഞ്ഞ ഗവൺമെന്റിന്റെ കീഴിൽ നടന്ന പിന്നെ കമ്മിറ്റിയുടെ തീരുമാനം. സർ, ഒരു കരാറും ഞങ്ങളൊരു കരാർ എവിടെ ഇപ്പോൾ ഒപ്പിട്ടിട്ടില്ല. നിങ്ങൾ ചെയ്തതുപോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നിഗൂഢമായ പ്രവർത്തനം ഞാൻ പറഞ്ഞു, എല്ലാവരെയും ഇരുട്ടിൽ നിർത്തി ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്യാതെ വളരെ ഗോപ്യമായി രഹസ്യമായി ഒപ്പുവെച്ച ഒരു കരാറാണിത്. സർ, സഖ്യകക്ഷികളെ അറിയിച്ചില്ല, പരമരഹസ്യമായിട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത്. സർ, ആ ജാള്യത മറക്കാനാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിലും പറയണത് ഞങ്ങൾ ഒപ്പിട്ടു, ശരിയാണ്, പക്ഷെ ഞങ്ങൾ റദ്ദാക്കി. ഒപ്പിട്ട കരാർ ഞങ്ങൾ റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. എവിടെ റദ്ദാക്കി? റദ്ദിന്റെ കത്ത് ഞാൻ വായിക്കാം. സർ, ഇത് പ്രശ്നം പ്രതിസന്ധിയൊക്കെ ആയപ്പോൾ വലിയ വിവാദമായി തെരഞ്ഞെടുപ്പ് വരുന്നു. നിങ്ങൾ കൊടുത്തത് 12/11/25 കത്ത്. അതിൽ നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത്, കൈൻഡ് അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ടു ദി റെഫറൻസ് സൈറ്റഡ് ഇൻ ദി വ്യൂ ഓഫ് ദി കൺസേൺ റൈസ്ഡ് റിഗാർഡിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റെഫേർഡ് ടു എബവ് സബ്മിറ്റഡ് ഇൻ റെസ്പെക്ട് ഫോർ ഫർദർ കൺസിഡറേഷൻ for facilitating the same. The Council of Ministers decided to keep the implementation of the MOU in abeyance. Cancel ആക്കിയെന്ന് അവിടെ പറയുന്നത്? നോ. ഇതിന്റെ മലയാളം എന്താ? സർ, ഇതിന്റെ മലയാളം എന്താ? കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടി വേണ്ടെന്നോ ഇതിൽ പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളെ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും തിരിയും. പറയൂ. അതായത് ചർച്ച പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ MOU നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കേണ്ടതാണെന്ന് അറിയിച്ചു. നീട്ടിവെക്കേണ്ടതാണ്. നോട്ട് ക്യാൻസൽ. സർ, ഇത് കേന്ദ്രത്തെ അറിയിച്ചു കൊണ്ടൊരു കത്തെഴുതി. ആയതിന് നിയമപരമായി വല്ല സംഗതിയുണ്ടോ? സർ, ഞാൻ നേരത്തെ വായിച്ചു, കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് വെച്ചു കൊടുത്തുകൊണ്ട് ഈ കരാറിലെ എല്ലാ അധികാരവും യൂണിലേറ്ററലായി ഏകപക്ഷീയമായി കേന്ദ്രത്തിന് നൽകിക്കൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങൾ ബലികഴിച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഇന്നത്തെ പ്രതിസന്ധി. സർ, പ്രസാദിന്റെ അവതരണത്തിൽ തന്നെ വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് പറയാനൊരു ഗ്രൗണ്ടില്ല. സത്യത്തിൽ എല്ലാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തു വെച്ചു. അന്ന് ആ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന CPI-ക്കാർ പോലും അന്ന് ഗവൺമെന്റ് ചെയ്തത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതൊന്നും അറിയിച്ചിട്ടില്ല, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇങ്ങനെ ഒപ്പുവെക്കുന്ന കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാം, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം. ഭരണഘടനയുടെ ചില പ്രൊവിഷൻസ് വെച്ച് അതിന് വകുപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഈ 5-8 മാസമായിട്ട് ഇത് തൽക്കാലം നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് ഒരു കത്ത് അയച്ചതല്ലാതെ എന്തേ ഈ കേസിന് നിങ്ങൾ പോകാഞ്ഞ്? നിങ്ങളൊരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് തലയൂരാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കേസും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോ ഇത് അന്ന് സത്യത്തിൽ CPI-യെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും ഇപ്പോൾ പലരും പറഞ്ഞ പോലെ അതൊന്ന് ഉറക്കെ കരഞ്ഞെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള കാര്യങ്ങളാണെങ്കിൽ സർ, ഇനി സർ, ദേശാഭിമാനി 25/10/2025 ഞാൻ ചുരുക്കാണ്, ഇത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കൃത്യമായ റെക്കോർഡുകൾ പറഞ്ഞു. ദേശാഭിമാനി 25/10/2025 ഒന്നാം പേജ് സർ ലീഡിംഗ് ന്യൂസ് ഉണ്ട് സർ. 8/5/26 ഇത് പുതിയ ഇതിനെ കുറിച്ചുള്ള ലീഡിംഗ് ന്യൂസ് ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ. സർ, PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? സർ ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്. മനോരമല്ല. യെസ്, ഓക്കെ. അപ്പോ സർ, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ. സർ, നിങ്ങൾ ഈ വിധം കേരളത്തെ പ്രതിസന്ധിയിലാക്കി, നിങ്ങൾ അതിന്റെ പ്രചാരകരായി, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് കഴിഞ്ഞ ഗവൺമെന്റ്. എന്നാൽ ഞങ്ങളുടെ മുമ്പിലുള്ള സംഗതി എന്താ? ഞങ്ങൾ വരുമ്പോൾ ഗവൺമെന്റുകൾ ഒരു തുടർച്ചയാണ്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെന്റുകൾ തുടർച്ചയാണ്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങൊരു ഉപസമിതിയെ വെച്ചിട്ട് ഈ ഉപസമിതി ഒന്നും ചെയ്തില്ല, മാസങ്ങളോളം യോഗം ചേർന്നു. നമുക്ക് വിശദാംശങ്ങൾ അദ്ദേഹം പ്രസന്റ് ചെയ്യട്ടെ. എന്നാൽ ആ ഉപസമിതിക്ക് ചേർന്നിട്ടത് വേണ്ടാന്ന് വെക്കായിരുന്നല്ലോ, അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഉപസമിതി 8 മാസം യോഗം ചേർന്നില്ല. ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നത് വരെ ഉപസമിതി യോഗം ചേർന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ആ സംഗതി, നിങ്ങൾ ഒപ്പിട്ട് പ്രതിസന്ധിയിലാക്കിയ ആ സംഗതിയിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചോ? അപ്പോ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഇതിന്റെ ആളുകളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനിപ്പിക്കാൻ തീർത്തും പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനും എതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല.